എമ്പുരാൻ സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ക്യാമ്പയിന് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നു. ഇന്ന് വന്ന ക്യാരക്ടർ വീഡിയോയിൽ പൃഥ്വിരാജ് എമ്പുരാൻ സിനിമയെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ ലോകത്തിലെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് നിയന്ത്രിക്കുന്ന ഖുറേഷി എബ്രഹാം എന്ന നെഗ്ലസിൻ്റെ ഹിറ്റ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ സെയ്ദ് മസൂദിനെ പരിചയപ്പെട്ടത്. എന്നാൽ ഈ ഫ്രാഞ്ചൈസിയിലെ എല്ലാ കഥാപാത്രങ്ങളെ പോലെയും സെയ്ദിനുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥയും, ഭൂതകാലവും അയാളുടേതായിരുന്ന ഒരു ലോകവും. വളരെ സങ്കീർണമായ ഒരു വേൾഡാണ് ലൂസിഫറിൽ നിങ്ങൾ കണ്ടത്. ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ക്യാരക്ടർ ഡൈനാമിക്സും ആ സിനിമയിലുണ്ടായിരുന്നു. എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ സങ്കീർണത ഇനിയും വളരുകയാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം ഇനിയും കൂടുകയാണ്. കുറച്ചധികം കഥാപശ്ചാത്തലങ്ങളും ഇപ്രാവശ്യം നിങ്ങൾ കാണാനിടയാകും. ആ കഥ എന്താണെന്നും അയാളുടെ ലോകം എന്തായിരുന്നെന്നും ആ ഭൂതകാലം എന്താണെന്നും സെയ്ദിൻ്റെ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഖുറേഷി എബ്രഹാം കടന്നു വന്നതെന്നും എമ്പുരാനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ലൂസിഫർ സിനിമയുടെ അവസാനം കാണുമ്പോൾ ഖുറേഷി എബ്രഹാം എന്ന ഈ ഒരു ഗ്യാങ് വളരെ ശക്തരാണ്, അവരെ തോൽപ്പിക്കാൻ മറ്റൊരു ഗ്യാങ്ങിനും കഴിയില്ല, അങ്ങനെയൊക്കെ പറയാതെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത്. എന്നാൽ എമ്പുരാനിൽ ഉറപ്പായിട്ടും ഖുറേഷി എബ്രഹാം എന്ന ഗ്യാങ്ങിനേക്കാളും വലിയൊരു ഫോഴ്സ് എമ്പുരാൻ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് പൃഥ്വിരാജിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നത്. എന്തായാലും സിനിമയിലെ മെയിൻ വില്ലനെ ഒരിക്കലും സിനിമയുടെ ടീം റിവീൽ ചെയ്യില്ല. അതെന്തായാലും മാർച്ച് 27 സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഇന്ന് വൈകിട്ട് ലാലേട്ടൻ്റെ ക്യാരക്ടർ വീഡിയോ കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.